പപ്പായ ജ്യൂസ്. നല്ലവണ്ണം പഴുത്ത പപ്പായ തൊലി കളഞ്ഞ് ശർക്കരയും ഏലക്കായും ചേർത്ത് നല്ലവണ്ണം പുഴുങ്ങിയെടുക്കുക. അടിയിൽ പിടിക്കാതിരിക്കുന്നതിന് വേണ്ടി ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നന്നായി. പഴുത്ത പപ്പായ, ശർക്കര, ഏലക്ക ഒന്നും കൂടെ നല്ലവണ്ണം പുഴുങ്ങിയതിന് ശേഷം തണുക്കാൻ വയ്ക്കുക. തണുത്തതിന് ശേഷം തണുപ്പിച്ച പാലും ആവശ്യത്തിന് തണുത്ത വെള്ളവും ചേർത്ത് അടിച്ചെടുക്കുക. പപ്പായ ജ്യൂസിൻ്റെ രുചിയും ഗുണവും പറയാതെ തന്നെ എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. ചെയ്തു നോക്കൂ. പപ്പായ ജ്യൂസ്. തണുത്തതിന് ശേഷം മിക്സിയിലടിച്ച് എടുക്കുന്നതാണ്.